അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 4-ാം പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അദ്ദർസു റാബിഅ, 4-ാം പാഠം ഖലീലുല്ലാ. നമുക്കാദ്യം ഈ പാഠം ഒന്ന് വായിക്കാം, അതിനുശേഷം തദ്രീബാത്ത് നോക്കാം. അബ്ദുള്ളയും ആയിഷയും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും വീട്ടിലുണ്ട്. നാളെ വലിയ പെരുന്നാളാണ്. ഉപ്പയും ഇക്കാക്കമാരുമെല്ലാം പെരുന്നാളിന് വന്നതാണ്. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചിയിട്ടു. ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്തത്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷയും അബ്ദുള്ളയും നേരത്തെ ഉറങ്ങി. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. മസ്ജിദിൽ നിന്ന് സുബഹിന്റെ അസാൻ മുഴങ്ങി. ഉപ്പയും അബ്ദുള്ളയും മസ്ജിദിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിന്റെ തക്ബീർ മുഴങ്ങി. എന്താണ് രണ്ടാമതും അസാൻ കേൾക്കുന്നത്? ആയിഷ വലിയുമ്മയോട് ചോദിച്ചു. അത് ബലിപ്പെരുന്നാളിന്റെ തക്ബീറാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണയാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വയസ്സായി, കുട്ടികൾ ഉണ്ടാകില്ല. കുഞ്ഞിനു വേണ്ടി അള്ളാഹു തആലയോട് ദുആ ഇരുന്നു. അള്ളാഹു തആല ദുആ സ്വീകരിച്ചു. ഹാജർ ബിവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. അള്ളാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്നും മക്കയിലേക്ക് പോയി. അവിടെ അന്ന് വെള്ളവും മറ്റ് സൗകര്യങ്ങളുമില്ലായിരുന്നു. പുഴയും തോടും കിണറും കുളവുമൊന്നുമില്ലായിരുന്നു. ഹാജർ ബിവി റളിയല്ലാഹു അൻഹയെയും മകനെയും കഅബയുടെ അടുത്താക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹിച്ച് കരഞ്ഞു. ഹാജർ ബിവി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ച് സഫ മർവ മലകൾക്കിടയിലൂടെ ഓടി. ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. ഇവിടെയും വെള്ളമില്ല. അതിനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് സംസം ഉറവ പൊട്ടിയത്. അവർ വെള്ളം കുടിച്ച് ദാഹം തീർത്തു. വെള്ളം ധാരാളമായി ഒഴുകി. വെള്ളപ്പാച്ചിൽ ഉണ്ടാവുമെന്ന് ഭയന്ന് വെള്ളം കെട്ടിനിർത്തി. അതിന്റെ ഒഴുക്ക് നിന്നു. സംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകി നിലനിൽക്കുന്നു. ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളം നീ കുടിച്ചിട്ടില്ലേ? ഉമ്മാമ ചോദിച്ചു. അതെ അതെ, അവൾ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഹാജർ ബിവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കാണാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ അള്ളാഹു തആലയുടെ കൽപ്പനയായിരുന്നു അത്. നബിമാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിന്റെ കാര്യം മകനോട് പറഞ്ഞു. അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തയ്യാറായി. എന്നാൽ മകന് പകരം ഒരാടിനെ അറുക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. ബലിപ്പെരുന്നാളിന് നാം നടത്തുന്ന ഉൽഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഉമ്മാമയോടൊപ്പം ആയിഷയും തക്ബീർ ചൊല്ലി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാ ഉസംസമ ലിമാ ശുരിബ ലഹു. എന്ത് ഉദ്ദേശം വെച്ചാണ് കുടിച്ചത്, സംസം അതിനുള്ളതാണ്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ഖലീലുല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തക്ബീർ, അല്ലാഹു അക്ബർ, ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ, ഉൽഹിയ ബലി, ഹാജർ റളിയല്ലാഹു അൻഹ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സംസം, മക്കയിലെ കഅബ ഷരീഫക്കടുത്തുള്ള പുണ്യജലം, സഫ മർവ, കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകൾ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നഖ്റഉ വനൻസഖ്. ഇവിടെ നമുക്ക് ബലി പെരുന്നാളിൻ്റെ ആ തക്ബീർ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതുപോലെ തന്നെ തെറ്റില്ലാതെ എഴുതുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് കൂട്ടുകാർ തെറ്റില്ലാതെ ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. അടുത്ത പ്രവർത്തനം നുഅയ്ദ് മുദക്കിറ. ബലിപ്പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വയസ്സായി, കുട്ടികൾ ഉണ്ടാകില്ല. കുഞ്ഞിനു വേണ്ടി അള്ളാഹു തആലയോട് ദുആ ഇരുന്നു. അള്ളാഹു തആല ദുആ സ്വീകരിച്ചു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. അള്ളാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്നും മക്കയിലേക്ക് പോയി. ചോരക്കിടാവുമായി ഒരു മാതാവിനെ ആൾ താമസമില്ലാത്ത, വെള്ളവും ഭക്ഷണവുമില്ലാത്ത കൊടും മരുഭൂമിയിൽ തനിച്ചാക്കി തിരിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇത് അള്ളാഹു തആലയുടെ കൽപ്പനയാണെങ്കിൽ അവൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെയും തവക്കുലിൻ്റെ കഥയാണ് ബലിപ്പെരുന്നാൾ നമ്മോട് പറയുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കാണാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ അള്ളാഹു തആലയുടെ കൽപ്പനയായിരുന്നു അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൻ്റെ കാര്യം മകനോട് പറഞ്ഞു. അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തയ്യാറായി. എന്നാൽ മകന് പകരം ഒരാടിനെ അറുക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. ബലിപ്പെരുന്നാളിന് നാം നടത്തുന്ന ഉൽഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട്. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജൈബ്. 1. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേര് എഴുതുക. ഉത്തരം ഖലീലുള്ള. 2. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ ആരാണ്? ഉത്തരം ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. 3. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിലൂടെ അള്ളാഹു തആല എന്താണ് കൽപ്പിച്ചത്? ഉത്തരം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലി അറുക്കാനാണ് അള്ളാഹു തആല കൽപ്പിച്ചത്. 4. ബലി പെരുന്നാളിന് നാം നടത്തുന്ന ഉൽഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട്. ഏത് സ്മരണ? അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തയ്യാറായി. എന്നാൽ മകന് പകരം ഒരാടിനെ അറുക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. ഈ സ്മരണ പുതുക്കലാണ് ബലി പെരുന്നാളിന് നാം നടത്തുന്ന ഉൽഹിയയിലുള്ളത്. അടുത്ത പ്രവർത്തനം നമ്മളെ ഫറാൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നബിമാരുടെ സ്വപ്നം ഡാഷിന്റെ ഭാഗമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് വഹീന്റെ. നബിമാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. 2. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഡാഷ് സ്വീകരിച്ചു. അവരിൽ പൂരിപ്പിക്കേണ്ടത് അള്ളാഹു തആല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ അള്ളാഹു തആല സ്വീകരിച്ചു. 3. ഹാജർ ബിവി ഡാഷ് ഇടയിൽ ഓടി. അവരിൽ പൂരിപ്പിക്കേണ്ടത് സഫ മർവ മലകൾക്ക്. ഹാജർ ബീവി സഫ മർവ മലകൾക്കിടയിൽ ഓടി. 4. സംസം കിണർ ഡാഷിന്റെ അടുത്താണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് കഅബ ഷരീഫ്. സംസം കിണർ കഅബ ഷരീഫിന്റെ അടുത്താണ്. 5. സംസം മനുഷ്യർക്ക് ഡാഷ് നൽകുന്നു. അവരിൽ പൂരിപ്പിക്കേണ്ടത് ശമനം. സംസം മനുഷ്യർക്ക് ശമനം നൽകുന്നു. അടുത്ത പ്രവർത്തനം നക്തുബ് മക്കാല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പം നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലെ ബാബിലോണിലാണ് ജനിച്ചത്. ഖലീലുള്ള എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായി സ്വന്തം മകനെപ്പോലും ബലിയറുക്കാൻ
തയ്യാറായ പ്രവാചകനായിരുന്നു അദ്ദേഹം. വിഗ്രഹാരാധനയ്ക്ക് എതിരെ ശക്തമായി പ്രതികരിച്ചു അദ്ദേഹം. ശത്രുക്കളാൽ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട് നബിയെ അള്ളാഹു തആല ഒരു പോറലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തി. പ്രിയപത്നി സാറ ബീവിയുടെ നിർദ്ദേശമനുസരിച്ച് ഹാജർ ബീവിയെ വിവാഹം ചെയ്തു. വയസ്സായിട്ടും പുത്രഭാഗ്യം ലഭിക്കാതെ വന്നപ്പോൾ അള്ളാഹു തആലയോട് ദുആ ചെയ്തു. അള്ളാഹു തആല ദുആ സ്വീകരിച്ചു. അങ്ങനെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹായിൽ ഇസ്മായിൽ എന്ന പുത്രൻ ജനിക്കുന്നു. കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകനും അദ്ദേഹം തന്നെയായിരുന്നു. ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വന്തം മകനെ പോലും ബലി നൽകാൻ തയ്യാറായ പ്രവാചകനായിരുന്നു അദ്ദേഹം. ഖുർആനിൽ പേരെടുത്ത് അള്ളാഹു തആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.